CPIM ചിറ്റൂർ ഏരിയ കമ്മിറ്റി 4 ദിവസങ്ങളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. ഞായറാഴ്ച പട്ടത്തലച്ചിയിൽ നിന്നും ആരംഭിച്ച പര്യടനം ചിറ്റൂർ അണിക്കോട്ടിലാണ് സമാപിച്ചത്. സ്നേഹനിർഭരമായി സമരം ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന 25-ാം തീയതി CPIM നടത്തുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥവുമായി CPIM ചിറ്റൂർ ഏരിയ കമ്മിറ്റി നടത്തുന്ന സമാപന യോഗം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏത് മേഖലയെടുത്താലും രണ്ടാം പിണറായി ഗവൺമെന്റിൽ വൻകിട പദ്ധതികൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസും BJPയും വ്യാപകമായി പ്രചരിപ്പിച്ചു. ഒന്നും നടക്കും. അപ്പോഴാണ് പെൻഷൻ മുടങ്ങിയത്. പെൻഷൻ മുടങ്ങിയപ്പോ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ബലപ്പെട്ടു. ഒന്നാം പിണറായി ഗവൺമെന്റ് പോലെയല്ല, ശരിയാണ്, പെൻഷൻ മുടങ്ങിയില്ലേ. അവർ പറഞ്ഞു 600 രൂപ പെൻഷൻ 18 മാസം മുടക്കിയപ്പോ നിങ്ങൾ പറഞ്ഞു 18 മാസം കൊടുത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ 1600 രൂപ 5 മാസം മുടക്കിയില്ലേ എന്നായിരുന്നു പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണ അച്ഛനമ്മമാരുടെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന പ്രചാരവേലയായിരുന്നു കേരളത്തിലെ കോൺഗ്രസും BJPയും മാധ്യമങ്ങൾ നടത്തിയത്. എന്നാൽ അതിന്റെ പിറകിലെ രാഷ്ട്രീയം ഒരാളും പറഞ്ഞതേയില്ല. എന്തുകൊണ്ടാണ് 5 മാസത്തെ 1600 രൂപ പെൻഷൻ മുടങ്ങിയത്? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 57,000 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ട പണം തരാതെ കേരളത്തെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ച രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു ആ പെൻഷൻ മുടക്കം. CPIM ചിറ്റൂർ ലോക്കൽ സെക്രട്ടറി MJ മാത്യു അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ R ശിവപ്രകാശ്, വൈസ് ക്യാപ്റ്റൻ N സരിത, ജാഥ മാനേജർ R ജയദേവൻ, CPIM ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EN രവീന്ദ്രൻ, K വിജയൻ, V സ്വാമിനാഥൻ, H ജെയിൻ, ലോക്കൽ കമ്മിറ്റി അംഗം M സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു.